നമസ്കാരം. കല്ലടയാറിൻ്റെ തീരത്ത് കാലം കരുതി വെച്ച ഓല കൊണ്ട് മേഞ്ഞ ഒരു കളത്തട്ടിൻ്റെ കഥയാണ് ഇന്ന് വില്ലേജ് ഹിസ്റ്ററി ഹബിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. കൊല്ലം ജില്ലയിലെ ആറ്റുവാശ്ശേരിയിൽ കല്ലടയാറിൻ്റെ തീരത്തെ ഓല മേഞ്ഞ കളത്തട്ടാണിത്. ഈ പ്രദേശത്ത് ഏകദേശം 10ലധികം കളത്തട്ടുകളുണ്ട്. മിക്ക കളത്തട്ടുകളും തടി കൊണ്ട് നിർമ്മിച്ച് മേൽക്കൂര ഓടുപാകിയതാണ്. എന്നാൽ ആറ്റുവാശ്ശേരിയിലെ ഈ കളത്തട്ട് മേൽക്കൂര ഓലമേഞ്ഞതാണ്. വർഷാവർഷങ്ങളിൽ ഇവിടുത്തെ കർഷകരും നാട്ടുകാരുമെല്ലാം കൂടി ഒന്നു ചേർന്നാണ് ഇതിൻ്റെ മേൽക്കൂര ഓലമേയുന്നത്. ഈ പ്രദേശം കാർഷിക മേഖലയാണ്. പണ്ട് കാളവയൽ എന്നാണത്രേ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉരുക്കളെ എത്തിച്ച് വിൽപ്പന നടത്തിയിരുന്ന ഒരു സ്ഥലമാണിത്. കാളകൾക്ക് വെള്ളം നൽകുന്നതിനായി ഇവിടെ ഒരു കൽത്തൊട്ടിയുണ്ട്, അല്ലെങ്കിൽ കൽപാത്രം എന്നൊക്കെ പറയാം. ഇപ്പോഴും പഴമയുടെ പ്രൗഢിയിൽ അത് ഇവിടെ ഉണ്ട്. കല്ലടയാറ്റിലെ ജലപ്രളയത്തിൽ ഈ കളത്തട്ടിൻ്റെ മേൽക്കൂര ഒരിക്കൽ ഒഴുകിപ്പോയി. നാട്ടുകാർ ഈ മേൽക്കൂര തിരികെ എത്തിച്ച് പിടിച്ചുകെട്ടി സംരക്ഷിച്ചു. അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുകയാണ് ഈ കളത്തട്ട്. ആലും മാവും ചേർന്നാണ് ഈ കളത്തട്ടിന് ദീർഘായുസ് നൽകുന്നത്. പാറകൾക്കിടയിലാണ് ആലും മാവും വളർന്നു നിൽക്കുന്നത്. പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഈ ആൽമരത്തിൻ്റെ തണലിലാണ് കാലം കരുതി വെച്ച കളത്തട്ട് നിലനിൽക്കുന്നത്. ഇന്ന് കളത്തട്ടിൻ്റെ മേൽക്കൂര ഓലമേയുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാണാം. ഇപ്പോഴും പഴമയുടെ പ്രൗഢി ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിനാണ് ഈ നാട്ടുകാർ ഈ ശ്രമം നടത്തുന്നത്. അവർ ഇന്നത്തെ എല്ലാ ജോലിയും മാറ്റിവെച്ച് ഈ കളത്തട്ടിൻ്റെ മനോഹാരിത നിലനിർത്തുവാനുള്ള ശ്രമത്തിലാണ്. കാർഷിക മേഖലയായ ഇവിടെ ഇപ്പോൾ കൃഷി നന്നേ കുറവാണ്. ചുറ്റുപാടും ഇഷ്ടിക കളങ്ങളായി മാറി. എങ്കിലും പ്രകൃതി ചാരുത നൽകുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം. ഇനി ഈ കളത്തട്ടിൻ്റെ മേൽക്കൂരയ്ക്കും ഏറെ പ്രത്യേകതയുണ്ട്. തടി കൊണ്ട് നിർമ്മിച്ചതാണ്. നല്ല ശില്പ ചാതുരിയോടുകൂടി നിർമ്മിച്ചതാണ്. നോക്കാം. ഇതിന് മുകളിലായിട്ടാണ് ഓല മേയുന്നത്. തടി കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയാണിത്. ഇത് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ കൃഷിയൊക്കെ കുറവാണ്. ഇനി ഇത് 4 തൂണുകളിലാണ് ഈ കളത്തട്ട് ഉയർത്തിയിരിക്കുന്നത്. അത് കൽത്തൂണുകളാണ്. അടിത്തറ തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. എന്നാൽ ജലപ്രളയത്തിൽ ഈ തടികൾക്കൊക്കെ നാശം സംഭവിച്ചപ്പോഴാണ് നാട്ടുകാർ അടിത്തറ കല്ലുകെട്ടി ബലപ്പെടുത്തിയത്. ഇപ്പോഴും ഇവർ പറയുന്നത് ഈ അടിത്തറ ഒന്നുകൂടി ഇളക്കി മെച്ചപ്പെടുത്തി കാലങ്ങളോളം ഇത് കരുതി വയ്ക്കും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് ഏകദേശം ഇതിന് സമീപമുള്ള അല്ലെങ്കിൽ ആറിനക്കരെയുള്ള മണ്ണടി ക്ഷേത്രത്തോളം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കാലപ്പഴക്കമാണ് നാട്ടുകാർ ഇതിനും നിശ്ചയിക്കുന്നത്. എങ്കിലും ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഈ കളത്തട്ട് ഇവിടെ സ്ഥാപിച്ചിരുന്നുവെന്നായി പഴമക്കാർ കൈമാറി വന്ന കഥയാണെന്നാണ് പ്രായമുള്ളവർ പറയുന്നത്. ചേട്ടാ, ഇതിൻ്റെ കാലപ്പഴക്കമൊക്കെ എന്ന് പറഞ്ഞേ. കാലപ്പഴക്കം 200 വർഷത്തിൽ കുറേറ്റില്ല. അത് മുമ്പോട്ട് പോയതേ ഉള്ളൂ. മനുഷ്യന് വിശ്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് തന്നെ. ഇതിൻ്റെ വരികളുള്ള വരമ്പുകൾ വിടാൻ അന്നത്തെ യാത്ര. അന്ന് റോഡൊന്നുമില്ല. ഈ അന്ന് കൃഷിയാണ് ഇവിടുത്തെ ഏറ്റവും മുഖ്യമായ ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ സമയത്തൊക്കെ നെല്ല് കൊയ്തൊഴിഞ്ഞ് കിടക്കുന്നതായ സമയമാണ്. അപ്പം അങ്ങനെ ഇങ്ങനെ മാറി വരുന്നവർ ഇങ്ങനെ വീട്ടുകാർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. വീട്ടുകാരാണ് ചെയ്യുന്നത്. പണ്ട് മുതൽ ഇതിൻ്റെ മേൽക്കൂര ഇങ്ങനെ ഓലമേഞ്ഞതായിരുന്നു. ഇതുവരെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ മേഞ്ഞതാണ്. ഒന്നുകൂടെ മേയുന്നത് ഇത് തോന്നു തുടങ്ങി. തടി നശിച്ചു പോകുന്ന ഉദ്ദേശിച്ച് തന്നെ ഇത് ഒന്നുകൂടെ മേയുന്നു. ഇതിന്റെ മേൽക്കൂര ഒരിക്കലും ഒലിച്ചു പോയിരുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാ? അതാ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് മുങ്ങുമായിരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അത് എൻ്റെ ഓർമ്മയിൽ തന്നെ 4-5 പ്രാവശ്യം മുങ്ങിയിട്ടുണ്ട്. ഒലിച്ചു പോയില്ല. കാരണം ഈ കല്ല് കെട്ടിയിട്ട് കെട്ടൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ ഈ തടി ആയതിൻ്റെ പേര് പോകട്ടെ. തടി അതിൽ കല്ലല്ലിയൊക്കെ അല്ലാണ്ട് പോകട്ടെ. മറ്റേ തടിയായിരുന്നു കംപ്ലീറ്റ്. അന്നതങ്ങനെ പിടിച്ചു കിട്ടിയിരുന്നോ? അന്ന് ആറ്റുവെള്ളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നാണ് പിടിച്ച് കെട്ടി കമ്പിലോട്ട് വെച്ച് കെട്ടി.
പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യേകതകൾ പിന്നെ ഉച്ചവെടിക്ക് ഇവിടെ മൂരുമ്പള്ളം നിൽക്കുന്നു, നീലപ്പള്ളിക്ക് മൂരുമ്പള്ളം നിൽക്കുന്നു. പിന്നെ വഴിയെ പോകുന്നതിനുള്ള ഒരു വിശ്രമിക്കുന്നത് ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞ് പോകാൻ തോന്നിയത്. അത്ര ഒരു സുഖവാസ സ്ഥലമാണ്. എല്ലാ വൃക്ഷമാസത്തും കാർത്തിക നാളിൽ അന്നദാനമുണ്ട്. കാർത്തിക നാളിൽ വൃക്ഷമാസത്തിൽ അന്നദാനമുണ്ട്. പിന്നെ ഊരുവലത്തിൻ്റെ പ്രവടിയുണ്ട്. പിന്നെ കന്യാകുമാരിയിൽ 50 ഇവിടെ അമ്പലം കന്യാകുമാരിയിൽ അമ്പലമുണ്ട്. അത് വരുന്ന സമയത്ത് ഇവിടെ പല ആഘോഷമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വിജയമെങ്കിൽ ഭഗവതി ദേവി വന്ന് വിശ്രമിക്കുന്ന സ്ഥലം, 1-2 അമ്പലങ്ങളിലെ ദേവിമാർ വന്ന് വിശ്രമിക്കുന്ന. എന്തായാലും കളത്തട്ടിൻ്റെ ഓലമേയുന്ന ചടങ്ങ് തുടരുകയാണ്. ഈ കളത്തട്ടിന് സമീപം ക്ഷേത്രങ്ങളുണ്ട്. എന്തായാലും വിശ്വാസവും സങ്കല്പങ്ങളും ഒക്കെ ഈ പഴമയുടെ സ്മാരകത്തിന് ഉണ്ട്. നാട്ടിൽ ഇത്തരത്തിലുള്ള സ്മാരകങ്ങൾ അല്ലെങ്കിൽ പൈകൃത സ്മാരകം അതല്ലെങ്കിൽ ഒരു കാർഷിക സംസ്കൃതിയുടെ അടയാളം എന്നൊക്കെ പറയാം. നാട്ടുകാർ ഒഴിവു സമയങ്ങളിൽ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് നമ്മളിതുവരെ അറിയപ്പെടുന്നത്. അതിനപ്പുറം പണ്ട് കാലത്ത് വലിയ ചർച്ചകൾക്ക് വേദിയായി മാറിയിരുന്നിരിക്കാം. അധിനിവേശത്തിൻ്റെയും നാട്ടുഭരണത്തിൻ്റെയൊക്കെ ഒരു വലിയ ചർച്ചാ കേന്ദ്രം കൂടിയായിരിക്കാം ഇത്തരം കളത്തട്ടുകളിൽ നിന്നും നമുക്ക് ഒരു പക്ഷേ അനുമാനിക്കാം. എന്തായാലും ഇപ്പോഴും നാട്ടുകാർ വിശ്രമ വേളയിൽ അല്ലെങ്കിൽ അവരുടെ ഒഴിവു സമയങ്ങൾ ചെലവഴിക്കുന്നത് ഈ കളത്തട്ടിലാണ്. ഇത്തരം കളത്തട്ടുകളൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.